നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താവുമെന്ന് വളരെ ആകാംക്ഷാപൂർവ്വമാണ് കേരളം കാത്തിരിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടിയിട്ട് നമുക്ക് അതിന്റെ ഫലം അറിയാം. മൂന്ന് മുന്നണികളും വിജയിക്കും എന്നാണ് അവകാശപ്പെടുന്നത്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് പാലക്കാട് നടന്നിട്ടുള്ളത്. അപ്പോൾ ആരാണ് ജയിക്കാൻ സാധ്യത എന്നുള്ള എന്റെ ഒരു വിലയിരുത്തലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. 1,37,000 വോട്ടാണ് പാലക്കാട് പോൾ ചെയ്തിട്ടുള്ളത്. ഈ 1,37,000 വോട്ടിൽ 52,000-ഓളം വോട്ട് BJP നേടുമെന്നാണ് BJP നേതൃത്വം പറയുന്നത്. അങ്ങനെ 52,000 വോട്ട് BJP നേടുകയാണെങ്കിൽ നിസ്സംശയം പറയാം പാലക്കാട് MLA ആയിട്ട് ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ വിജയിക്കുകയും ചെയ്യും. അതുപോലെ നിയമസഭയിലെ BJP സാന്നിധ്യമായിട്ട് അദ്ദേഹം മാറുകയും ചെയ്യും എന്നുള്ളത്. കാരണം 1,37,000-ൽ 52,000 പോയാൽ ബാക്കി വരുന്ന 85,000-ൽ ഒരിക്കലും 52,000-ന്റെ മുകളിൽ ഒരു വോട്ട് ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന് നേടുക എന്ന് പറയുന്നത് അസാധ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 38,000-ഓളം വോട്ടുകൾ CPIM-നും 38,000-40,000-ന്റെ ഇടയിൽ വോട്ടുകൾ CPIM-നും ബാക്കി ഒരു 45,000-47,000 വോട്ട് കോൺഗ്രസിനും നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി കൃഷ്ണകുമാർജി ഒരു റഫ് കട്ട് ഒരു 5,000 വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷത്തിൽ പാലക്കാട് വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇനി 52,000-ൽ ചെറിയ കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു 48,000-ലേക്കോ 49,000-ലേക്കോ ഒക്കെ ഡിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 1,000-1,500 വോട്ടിനും അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പോ ഈ ഒരു വോട്ടിങ്ങിന്റെ ഒരു കാര്യത്തില് അല്ലെങ്കിൽ അതിന്റെ ഒരു പോളിംഗിന്റെ കാര്യത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷേ മറ്റേ സരിൻ വോട്ട് ഉയർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 42,000-ലേക്കോ 43,000-ലേക്കോ സരിന്റെ വോട്ട് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുരളീധരന്റെ പോലെ 3ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. അപ്പോ നോക്കൂ, 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. സരിനുണ്ട്, കൃഷ്ണകുമാറുണ്ട്, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അപ്പൊ അവിടെ ഒരു വോട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് മറ്റേ കൃഷ്ണകുമാർ എന്ന് പറയുന്നത് പാലക്കാട്ടെ തദ്ദേശീയനായിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ ആളുകളുടെ ഇടയിലൊക്കെ ഒരുപാട് കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. പാലക്കാട് നഗരസഭയിലെ വൈസ് ചെയർമാനായിരുന്നു. അത്തരത്തില് എല്ലാ ആളുകളുമായിട്ട് നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ആ നാട്ടുകാരനായിട്ടുള്ള ഒരാളാണ് ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ. ഇനി രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് സരിനാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ലാസ്റ്റ് ടൈമിൽ CPM-ൽ പോയിട്ടാണ് മത്സരിക്കുന്നത്. ആസ് എ പേഴ്സൺ വളരെ ഏബിൾ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം IAS കാരനാണ്, ഡോക്ടറാണ്, പ്രൊഫഷണലി ഹൈ എൻഡിൽ നിൽക്കുന്ന ആളാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ മറ്റേ സ്ഥാനാർത്ഥിയാണ്. ഇനി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും സ്ഥാനം കിട്ടാനും സാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരു വോട്ടറെ സംബന്ധിച്ച് ആളുകളെ കാൻഡിഡേറ്റിനെ പാർട്ടിയൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ വക കാര്യങ്ങളാണല്ലോ മനസ്സിലൂടെ കടന്നു പോവുക. അപ്പൊ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്രിഫർ ചെയ്യാൻ എന്താണ് ഒരു കാരണം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഷാഫിക്കയുടെ അനിയനാണ് എന്നുള്ളത് മാത്രമാണ്. ഈ ഷാഫിക്കയുടെ അനിയൻ എന്നുള്ള ലേബലിൽ അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മറ്റുള്ള 2 മറ്റേ കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ട് അദ്ദേഹത്തെ കൺസിഡർ ചെയ്യാനുള്ള ഒരു എലിമെന്റ് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. പിന്നെ പാലക്കാട്ടെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഇതിനോട് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു ചില ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത്. അപ്പോ ഷാഫിക്കയുടെ അനിയൻ എന്നുള്ളതാണ് പൊതുവിലെ അവിടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടമാണ് മറ്റേ എന്താ പറയുക കാൻഡിഡേറ്റ് എങ്കിലും പ്രചാരണവുമായിക്കോട്ടെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു നിഴലായിട്ട് എപ്പോഴും ഷാഫിയുണ്ട്. ഈ ഷാഫി എന്ന് പറയുന്ന സംഭവം അത്ര വലിയൊരു സംഭവമൊന്നുമില്ല. അത് ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഒക്കെ കൂടിയിട്ട് വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് ശ്രീമാൻ ഷാഫി. അല്ലാതെ അദ്ദേഹം അത്ര വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മണ്ഡലത്തിൽ 40,000 മുസ്ലിം വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് 36,000 വോട്ട് പോൾ ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ വക്കം തുമ്പും പൊട്ടാതെ ഒരു 35,000 വോട്ട് നേടാൻ സാധ്യതയുള്ള ഒരു മറ്റേ അത് മാത്രമാണ് ശ്രീമാൻ ഷാഫി പറമ്പിൽ. അല്ലാതെ അദ്ദേഹം അത്ര വലിയൊരു ആനത്തല സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പാലക്കാട് ഏതാണ്ട് 8-9 കൊല്ലമായിട്ട് MLA ആണ്. അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറുള്ള ഒരു പരിപാടിയും പാലക്കാട് നടന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല. നാട്ടിൽ നടക്കുന്ന കല്യാണം, മരണം, അതുപോലെ ഉത്സവം, പന്തുകളി ഇവിടെയൊക്കെ വരും. ഗംഭീരമായിട്ട് ആൾക്കാരെ കെട്ടിപ്പിടിക്കും, ചിരിക്കും, ഫോട്ടോ എടുക്കും എന്നുള്ളതല്ലാതെ ഒരു MLA എന്ന് പറയുന്ന തരത്തിൽ അത്ര വലിയൊരു വിജയിച്ച ആളൊന്നുമില്ല ശ്രീമാൻ ഷാഫി പറമ്പിൽ. അപ്പോ പിന്നെ ഈ മീഡിയയും സോഷ്യൽ മീഡിയയൊക്കെ കൂടിയിട്ട് ഒരു ബൂസ്റ്റ് കൊടുത്തങ്ങോട്ട് കയറ്റിയതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 36,000 മുസ്ലിം വോട്ടിന്റെ പവറിൽ ഇങ്ങനെ ജയിച്ചു പോയ ഒരാളാണ്. ശ്രീധരനെയൊക്കെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ് കേട്ടോ, അതല്ലാന്നല്ല പറയുന്നത്. പക്ഷെ അതിന്റെ കാതലായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന 40,000-ൽ 35,000-ഓളം വരുന്ന പോൾ ചെയ്യപ്പെടുന്നതിൽ വലിയൊരു ശതമാനം നേടുന്ന ആ ഒരു പ്രക്രിയയാണ് എന്നർത്ഥം. മാത്രമല്ല കഴിഞ്ഞ തവണ ശ്രീധരനെ തോൽപ്പിക്കാൻ CPM-കാർ എന്നെ തുറന്ന് സംബന്ധിച്ചതാണ് കോൺഗ്രസിന് വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്തവണ അങ്ങനെ കാര്യമായിട്ട് നടന്നിട്ടില്ല. CPM-ന്റെ നിലനിൽപ്പിന്റെ കൂടെ പ്രശ്നമാണ്. അപ്പൊ അവര് കൃത്യമായിട്ടുള്ള അവരുടെ വോട്ടുകൾ അവര് തന്നെ മറ്റേ സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു 38,000-ന്റെ മുകളിൽ വരും എന്നാണ് എന്റെ ഒരു അസംഷൻ.
അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ കൃഷ്ണകുമാർ അവിടെ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അൺലസ് BJPയുടെ വോട്ട് കാര്യമായിട്ട് ഡിപ്പ് ചെയ്യാത്തടത്തോളം കാലം BJPയുടെ വിജയത്തെ തടയാൻ പ്രയാസമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസുകാരുടെ ശരീരഭാഷയിലും അത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും അടൂരുള്ള ഈ 30-33 വയസ്സായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ നിന്ന് മറ്റേ ഷാഫിയുടെ പ്രത്യേക ഇൻട്രസ്റ്റിന്റെ പുറത്ത് അവിടെ കൊണ്ടിറക്കി അവിടുത്തെ ജില്ലാ കമ്മിറ്റിക്കാർക്കും അവിടുത്തെ പ്രാദേശിക ആൾക്കാർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളെ കൊണ്ടു നിർത്തി പിന്നെ ഈ ഒരു കോക്കസ് കളിയും അങ്ങനെയൊക്കെ കൂടിയിട്ട് സന്ദീപ് വാര്യർ വന്നതോട് കൂടിയിട്ട് തീവ്ര മുസ്ലിം നിലപാട് കൈക്കൊള്ളുന്ന ആൾക്കാരുടെ ഒരു പിണക്കവും അതൊക്കെ കൂടി പഠിച്ച് അല്ലെങ്കിൽ അതൊക്കെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഷാഫി മാറി രാഹുൽ വരുന്നു എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നാളെ സരിന്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് പേഴ്സണൽ വോട്ട് പിടിക്കുകയും CPM അവരുടെ കേഡർ വോട്ട് ഉറപ്പാക്കുകയും ചെയ്താൽ നാളെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാം സ്ഥാനത്തേക്ക് മുരളീധരനെ പോലെ തള്ളപ്പെടുകയും അത് കോൺഗ്രസിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ നാളെ വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് ജനാധിപത്യമാണ്. നമ്മളുടെ കണക്കൂട്ടലുകളൊക്കെ തന്നെ അപ്പാടെ പിഴച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. താങ്ക് യു.